ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ദീപാവലി. ഇരുട്ടിൻ്റെ മേൽ വെളിച്ചത്തിൻ്റെയും അജ്ഞതയുടെ മുകളിൽ അറിവിൻ്റെയും തിന്മയ്ക്ക് മേൽ നന്മയുടെയും വിജയത്തെ ആഘോഷിക്കുന്ന ശുഭദിനമാണ് ദീപാവലി. കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ 20-നാണ് ദീപാവലി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനം കൂടിയായാണ് ദീപാവലിയെ കണക്കാക്കുന്നത്. അതിനാൽ ഈ ശുഭദിനങ്ങളിൽ സ്വർണം, വെള്ളി അതുപോലെ മറ്റ് ലോഹങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. എന്നാൽ ദീപാവലിയുടെ 5 ദിവസത്തിൽ സ്വർണം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ധൻതേരസ് ആണ്. ധനത്രയോദശി എന്നും ധൻതേരസ് എന്നും ധൻതേരസ് അറിയപ്പെടുന്നു. ഹിന്ദു മാസമായ കാർത്തികയിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം ചാന്ദ്രദിനത്തിലാണ് ധൻതേരസ് ആചരിക്കുന്നത്. ധൻതേരസിന് സമ്പത്ത്, സമൃദ്ധി, ഭാഗ്യം എന്നിവയുമായുള്ള ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ദിവസം സ്വർണം, വെള്ളി, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ വാങ്ങുന്നത് വളരെ ശുഭകരമായാണ് വിശ്വസിക്കുന്നത്. ഇത് ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഐശ്വര്യത്തിൻ്റെ ദേവതയായി കണക്കാക്കുന്ന മഹാലക്ഷ്മി ക്ഷീരസാഗരം കടഞ്ഞ് അമൃതെടുത്ത ദിവസമാണ് ധൻതേരസ് എന്നാണ് വിശ്വാസം. ഈ ദിവസം ലക്ഷ്മി ദേവി തൻ്റെ ഭക്തരെ സന്ദർശിക്കുമെന്നും അവർക്ക് സമ്പത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ വർഷത്തെ ധൻതേരസ് ഒക്ടോബർ 18 ശനിയാഴ്ചയാണ്. ഈ ദിവസത്തിൽ വൈകുന്നേരം 7:16 മുതൽ 8:20 വരെയാണ് ലക്ഷ്മി പൂജയ്ക്ക് ഉചിതം. മാത്രമല്ല ഈ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് രോഗങ്ങളെ അകറ്റി ദീർഘായുസ്സും ആരോഗ്യവും നൽകുമെന്ന് വിശ്വസിക്കുന്നു. സ്വർണവും വെള്ളിയും ആരോഗ്യത്തെയും ദീർഘായുസ്സിനെയും ശക്തിപ്പെടുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തും. കാരണം ഇവ രണ്ടും നിക്ഷേപത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഇവ വെറും ആഭരണങ്ങൾ എന്നതിലുപരി ലക്ഷ്മി ദേവിയുടെ പ്രതീകമായും കണക്കാക്കുന്നു. ഈ ശുഭദിനത്തിൽ ലോഹങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് ദീർഘകാല നിക്ഷേപമായി മാറുന്നു. ലക്ഷ്മി ദേവി വീട്ടിൽ വന്ന് സ്ഥിരമായി കുടികൊള്ളുമെന്ന് വിശ്വസിക്കുന്നു.